ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു ഷഹനാസ് ഇൻ വണ്ടർലാൻഡ്. പിന്നെ ഇന്ന് ഞാൻ മദേഴ്സ് ഡേ ഒക്കെ വരികയാണ്. എല്ലാ സ്ഥലത്തും ഫേസ്ബുക്കിലും എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട് അഡ്വാൻസ് മദേഴ്സ് ഡേ വിഷസ്. മദേഴ്സ് ഡേ ഒക്കെ വരികയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു മദറല്ലേ, എൻ്റെ മദറിനും എല്ലാ മദേഴ്സിനും, എന്നെപ്പോലത്തെ എല്ലാ മദേഴ്സിനും, എൻ്റെ മദേഴ്സിനെ പോലത്തെ എല്ലാ മദേഴ്സിനും, പിന്നെ ഈ ചുറ്റുപാടുള്ള എല്ലാ മദേഴ്സിനും ഒരു അഡ്വാൻസ് ഹാപ്പി മദേഴ്സ് ഡേ വിഷസ്. മദർ എപ്പോഴും മദറായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ഡേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രം പാമ്പറിങ്ങിന് വേണ്ടിയിട്ട് വിട്ടതാണ്. എല്ലാവരും അങ്ങനെ വേണം. നമുക്ക് ഒരു ദിവസം നമുക്ക് മാത്രമായിട്ട് എനിക്ക് സുഖമെന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കുക. നമ്മൾ ഹെയറൊക്കെ പോയിട്ട് പാർലറിൽ നമ്മളെ ഫേസ് ഹെയറൊക്കെ പാമ്പറിങ് ചെയ്തിട്ട് റെസ്റ്റ്, റിലാക്സേഷന്, അങ്ങനെ ഒരു ഡേ ആയിട്ട് എല്ലാവരും ഒരു ഡേ എടുക്കണം. എപ്പോഴും നമ്മൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ പോകരുത്. മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് ജസ്റ്റ് നമ്മളെ പറ്റി മാത്രം ചിന്തിക്കുക. കുറേ ആയില്ല എല്ലാവരെ പറ്റി ചിന്തിക്കുന്നത്. അങ്ങനെ മദേഴ്സിന് പറ്റണം. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഡേ ആണ്. ഇന്ന് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച ദിവസമാണ്. എനിക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടിയത്, ഞാൻ സോങ്സ് കേൾക്കുക, എനിക്കിഷ്ടമുള്ള ഗസൽസ് കേൾക്കുക, എനിക്ക് തോന്നിയ പോലെ സെൽഫീസ് എടുക്കുക, ഞാൻ പോയിട്ട് പാർലറിൽ എന്നെ പാമ്പർ ചെയ്യിപ്പിക്കുക, കുറച്ച് റിലാക്സ്ഡ് ഹെയർ ഫേസ് ഒക്കെ റിലാക്സ്ഡ് ആയിട്ട് ഐബ്രോ ഒക്കെ പ്ലക്ക് ചെയ്ത്. അപ്പോൾ നമുക്ക് മനസ്സിന് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. ചിലർക്ക് അല്ലെങ്കിൽ സ്വന്തം പാമ്പറിങ് എന്ന് പറഞ്ഞാൽ ചെടീൻ്റെ അടുത്ത് പോയിട്ട് ഗാർഡനിങ് ചെയ്യുക, ചിലർക്ക് സിനിമ കണ്ട്, ചിലർക്ക് വെറുതെ ഉറങ്ങാൻ, ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡേ നമുക്ക് സ്വന്തം മാറ്റി വെക്കണം. മദേഴ്സ്, എല്ലാ ലേഡീസും എല്ലാ ഗേൾസും സ്വന്തം ഒരു ഡേ മാറ്റി വെക്കണം. നോ ഇൻറ്റർഫിയറൻസ് ഓഫ് എനി പേഴ്സൺ ഇൻ മൈൻഡ് ആൻഡ് ഇൻ ചുറ്റുപാടൊന്നും ഇല്ലാണ്ട്, ആരെ പറ്റിയൊന്നും ചിന്തിക്കാണ്ട് സ്വന്തം. അപ്പോൾ അങ്ങനെ ഒരു ഡേ ആവട്ടെ എല്ലാവർക്കും. ഈ 365 ഡേയ്സ് ഇങ്ങനെ പോകുന്നല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഡേയ്സ് സ്വന്തം സെൽഫ് മൂമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ചിലവാക്കുക. റിലാക്സ് ചെയ്യുക, ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ് ആൻഡ് ബി പ്രൗഡ് ഓഫ് ബീയിങ് എ വുമൻ ആൻഡ് എ മദർ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അങ്ങനെ മദേഴ്സ് ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡേ എടുത്ത് ഒരു എപ്പിസോഡ് എടുക്കുകയാണ്. അപ്പോൾ ഹാപ്പി മദേഴ്സ് ഡേ ഇൻ അഡ്വാൻസ്. നമുക്ക് അടിക്കുന്നു, ആരോ പറയുന്നുണ്ടെന്നാണ് പറയുക. ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം ബയോളജിക്കൽ മദേഴ്സ് തന്നെ ആയിരിക്കണമെന്നില്ല. മദറിൻ്റെ മനസ്സുള്ള എല്ലാ ലേഡീസ്, അധികം എല്ലാ വിമൻ്റെ മനസ്സിൽ ആ ഒരു മദറിൻ്റെ ഫീലുണ്ടാവും, ആ മദർലി ഫീലുണ്ടാവും. അപ്പോൾ ആരെ കാണുമ്പോഴും, മക്കളെ പോലത്തെ എല്ലാവരെയും കാണുമ്പോൾ മദർലി ഫീലുള്ള എല്ലാ മദേഴ്സിനും, നമ്മളെ ചുറ്റുപാടുള്ള എല്ലാ മദേഴ്സിനും ഹാപ്പി മദേഴ്സ് ഡേ. മദർ എന്ന് പറഞ്ഞാൽ മദർ ഈസ് ഇർറിപ്ലേസിബിൾ അല്ലേ. മദറും ഫാദറും ഇർറിപ്ലേസിബിൾ. മദർ ആവാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഭാഗ്യമാണ്. നമുക്ക് ലേഡീസിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അത്. ഈ ഫെമിനിൻ ജെൻഡറിന് മാത്രമുള്ള ഒരു ഭാഗ്യമാണ് മദർ ആവാൻ പറ്റുന്നത്. മദർ എന്ന് പറഞ്ഞാൽ എപ്പോഴും മദറാണ്. മക്കൾ വലുതായി കഴിഞ്ഞാലും നമ്മൾ ചെറിയ മക്കൾ അതേപോലെ തന്നെയാണ് മനസ്സുന്നത്, അങ്ങനെ തന്നെയാണ് തോന്നുക. അത് മാറില്ല. മക്കൾ എത്ര വലുതായിട്ട് നമ്മളിപ്പോൾ നമ്മൾ മദറുണ്ട്, പേരൻസ് ഉള്ളപ്പോൾ നമ്മൾ ചെറുപ്പമാണ്. എത്ര ഏജ് ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പമാണ്. നമ്മൾ പേരൻസ് പോയാൽ നമ്മൾ പെട്ടെന്ന് പ്രായമായിപ്പോയി. അപ്പോൾ നമ്മൾ ശരിക്കും നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മളെ മക്കളൊക്കെ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്താ തോന്നുക, അവരതുപോലെ തന്നെയാണ്, നമ്മൾ അതേപോലെ തന്നെയാണ് ചിന്തിച്ച് നടക്കാം മക്കളെ പറ്റി. അപ്പോൾ എന്തായാലും എല്ലാ മദേഴ്സിനും നല്ലൊരു ഇയർ വിഷ് ചെയ്യാണ്. എല്ലാ മദേഴ്സിനും ഹാപ്പിനെസ് കിട്ടട്ടെ, ഗുഡ് ഹെൽത്ത് കിട്ടട്ടെ, പീസ് ഓഫ് മൈൻഡ് കിട്ടട്ടെ, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, ബൈ, ടേക്ക് കെയർ.